ഹായ് ഫ്രണ്ട്സ്, അപ്പം ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോകളെല്ലാം തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പൊ റീസെന്റ് കേൾക്കുന്ന കുറെ ന്യൂസുകൾ എന്താന്ന് പറഞ്ഞാൽ സിബിനെ പുറത്താക്കി, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കി, ലാലേട്ടൻ പൊരിച്ചു, അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ സിബിൻ ഒരു തെറ്റ് ചെയ്തു, അതൊരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. ചെയ്യാൻ പാടില്ലാത്ത ഒരു ഗസ്റ്റർ കാണിച്ചു, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതുമാണ്. സോ സിബിൻ മാപ്പ് ചോദിച്ചു, ബിഗ് ബോസ് അത് വാണിയും കൊടുത്തു. ലാലേട്ടൻ വന്നാൽ ചോദിക്കുമെന്ന് പറഞ്ഞു. ലാലേട്ടന്റെ പ്രൊമോ ഒന്ന് കണ്ടു. അരുതാത്ത ചേഷ്ട കാണിച്ച ഒരാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു. ശരിയാണ്, ലാലേട്ടൻ ചോദ്യം ചെയ്യണം, ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്. സോ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു അരുതാത്ത ചേഷ്ട കാണിച്ചാൽ അത് ചോദ്യം ചെയ്യണം, അതിനുള്ള ശിക്ഷ കൊടുക്കണം. അത് സിബിൻ അർഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഒരു തെറ്റ് ചെയ്ത സിബിനെ ഇതുപോലെ പൊരിച്ചടുക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതൊക്കെ ആണെങ്കിൽ, ഇനി പുറത്താക്കി എന്ന് തന്നെ വെക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. ആണ് എന്ന് ഞാൻ പറയുന്നില്ല. സോ നമുക്കത് ഷോ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ, എപ്പിസോഡ് വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ന്യൂസുകൾ വരുന്നതിന്റെ പുറത്താണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ചെയ്തു എന്ന് വെക്കൂ, നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല. ഷോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഉള്ള ചേഷ്ടയാണെങ്കിൽ അവരത് തീരുമാനമെടുത്താൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്തു, അതിന് ശിക്ഷിച്ചു എന്ന ലെവലിൽ പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. പക്ഷെ ഒരുപാട് തെറ്റ് ചെയ്ത ഈ മുല്ലപ്പൂവിന്, ഈ ജാസ്മിന് എന്ത് ശിക്ഷയാണ് ആ ബിഗ് ബോസ് വീട്ടിൽ കൊടുത്തിട്ടുള്ളത്? ഈ ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ 6 ജാസ്മിന് വേണ്ടി പലതും ഷോ എന്താ പറയാ, ബിഗ് ബോസ് ത്യാഗം സഹിച്ചുകൊണ്ട് ജാസ്മിനെ മെനക്കെട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് പല ഭാഗത്തും കണ്ടിട്ടുള്ളത്, അല്ലെ? ആർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങൾ ഈ പെണ്ണിന് മാത്രം, ഈ മുല്ലപ്പൂവിന് മാത്രം, അത് പൊക്കി പിടിക്കാൻ കുറെ മുല്ലപ്പൂ ഫാൻസുകാര് PR വർക്കേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് അവൾ പറഞ്ഞു വെച്ചിട്ട് വന്നതാണ്, ഗബ്രിയുമായിട്ട് പറഞ്ഞു വെച്ചു, വീഡിയോ ഇട്ടിട്ട് വന്നു, ലവ് ട്രാക്ക് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ട് വന്നതാണ്. അപ്പൊ 50 ലക്ഷം എടുക്കുക, എന്ത് തൊട്ടിത്തരം കാണിച്ചാലും കുഴപ്പമില്ല, 50 ലക്ഷം നേടിയെടുക്കുക. സോ 10 ലക്ഷം PR-കാർക്ക് കൊടുത്താൽ എന്താണ്? അതുവേണ്ടി പൊക്കി പിടിക്കാനുണ്ടല്ലോ. 10 ലക്ഷമല്ലേ ചുളിവിലേക്ക് കിട്ടുന്നത്. കുറെ അവൾക്ക് വേണ്ടി മൂക്കുള്ള ഫാൻസുകൾ പൊട്ടി മുളച്ചിട്ടുണ്ട്. ഒരു ഇടിവെട്ടിന് കൂണ് മുളയ്ക്കുന്ന പോലെ പലയിടത്തും വേസ്റ്റില് കൂണ് മുളയ്ക്കുന്ന പോലെയാണ് പിന്നെ മുല്ലപ്പൂവിന്റെ ഫാൻസുകാര്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഷോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏഷ്യനെറ്റിന്റെ പ്രൊമോ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ മുല്ലപ്പൂവിനെ കുറിച്ച് അനുകൂലിച്ചുകൊണ്ട് മൂക്കള ഫാൻസ് പൊക്കി പിടിച്ചുകൊണ്ട് വരും. പിന്നെ അതുപോട്ടെ, ക്ലിയർ കട്ടായിട്ട് നമ്മൾ കേട്ട ഒരു കാര്യം, കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ജാസ്മിനെതിരെ എന്ത് നടപടിയാണ് ബിഗ് ബോസ് എടുക്കുന്നത്? കുറച്ച് മുൻപായിട്ട് സത്യഭാമ ടീച്ചറും മണിച്ചേട്ടന്റെ അനിയൻ RLV രാമകൃഷ്ണനെ കറുത്ത നിറത്തോട് അധിക്ഷേപിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരുപാട് പരാമർശങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ, അല്ലെ? അതാരും മറന്നിട്ടില്ല. അപ്പൊ അതേപോലെ ആ നിറത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ഒരാളെ പറ്റി അങ്ങനെ നിറത്തെ അധിക്ഷേപിക്കുമ്പോൾ അതിനെതിരെ ലാലേട്ടൻ അവിടെ എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത്? അതും ഈ വീക്കിൽ കഴിഞ്ഞതാണ്. ഈ വീക്കിൽ കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ വന്നു പോയതിനു ശേഷം ഇപ്പൊ വരുമ്പോൾ സിബിൻ ഇങ്ങനെ ഒരു ഗസ്റ്റർ കാണിച്ചു, ഒരു തെറ്റ് ചെയ്തു. ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യാനായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരാളെ അരുതാത്ത ചേഷ്ട കാണിച്ച ഒരാളെ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രൊമോ കണ്ടത്. അപ്പോ കറുത്ത നിറത്തെ അധിക്ഷേപിച്ച ഒരാളെ കുറിച്ച് എന്ന് ലാലേട്ടൻ പറഞ്ഞില്ല. എന്തുകൊണ്ട്? അവിടെ എന്താണ് ഹൈഡ് ചെയ്ത്? അതുപോലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പോലും അത് അഭിഷേക് ജയദീപാണ്, ഈ അഭിയാണ് അത് വെളിയിൽ കൊണ്ടുവരുന്നത്, ജാസ്മിനെ കുറിച്ച് പറയുന്നത്. അപ്പോ അവിടെ കരിഞ്ഞ എന്ന് പറയുന്ന വാക്ക് അവിടെ ബീപ്പ് എന്ന് കൊടുത്ത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. സോ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് തന്നെയാണ് അത് വീണ്ടും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ആ നിറത്തിനെ അധിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ പോലെ ജാതി, മതം, പിന്നെ രാഷ്ട്രീയം, ഇതുപോലെ നിറം, അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ടല്ലോ ബിഗ് ബോസിന്. അതൊന്നും അധിക്ഷേപിക്കരുത് പറഞ്ഞവിടെ ഈ ജാസ്മിനെ എടുത്തിട്ട് അലക്കിയ ഈ ഒരു പരാമർശത്തെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് പ്രൊമോയിലൊന്നും പറഞ്ഞിട്ടില്ല? അതുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. സോ അപ്പൊ അവിടെ കാണിക്കുന്ന പാർഷ്യാലിറ്റി. ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് കഴിഞ്ഞ എന്താ പറയാ കുറെ ദിവസങ്ങൾ നമ്മൾ കണ്ടത്, ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടത് എന്താണ്? 2 പേര് ഫ്രണ്ട്ഷിപ്പ് ആണെന്നും പറഞ്ഞിട്ട് പ്രേമ നാടകം കളിച്ച് അവരുടെ എന്താ പറയാ ഒരു പേക്കൂത്താണ് ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്, അല്ലെ? ഇപ്പോഴാണ് വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് ബിഗ് ബോസ് വീടായി മാറിയത്.
സിബിൻ എന്ന് പറഞ്ഞാൽ ബി മെറ്റീരിയൽ തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. എന്നും പറഞ്ഞൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. നമ്മളത് പറയുന്നുമുണ്ട്. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരുപാട് പേരുണ്ട്. ഇതെല്ലാം ഈ എന്താ പറയുക മുല്ലപ്പൂവിന്റെ PR ആളുകൾ കൊണ്ടിടുന്ന കുറെ മാറ്ററുകളാണ്. ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എപ്പിസോഡ് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. കൂടിപ്പോയാൽ സിബിന് കൊടുക്കുന്ന ശിക്ഷ പവർ റൂമിൽ നിന്ന് പുറത്താക്കുമായിരിക്കും. ഒരു വാണിംഗ് കൊടുക്കും ലാലേട്ടൻ, പവർ റൂമിൽ നിന്ന് പുറത്താക്കുമായിരിക്കും. പ്ലസ് ഡയറക്റ്റ് നോമിനേഷനിൽ ഇടുവുമായിരിക്കും. ഓക്കെ ഫൈൻ, വരട്ടെ, നോമിനേഷനിൽ വരട്ടെ, ജനങ്ങൾ വിധി എഴുതട്ടെ. സിബിന്റെ കാര്യത്തിൽ ബിഗ് ബോസിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ലാലേട്ടൻ ചെയ്യുന്നത് അവർ ചെയ്യട്ടെ. അതങ്ങനെ ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓക്കെ ഫൈൻ, അതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ എപ്പിസോഡ് തുടങ്ങും. പക്ഷേ ഈ കറുത്ത നിറത്തെ അധിക്ഷേപിച്ച മുല്ലപ്പൂവിന്റെ കാര്യം ലാലേട്ടൻ പറയുന്നില്ല. എപ്പിസോഡിൽ നമുക്ക് അറിയോ എന്നുള്ളതും അറിയില്ല. അപ്പൊ ഇതുപോലെ കറുത്ത നിറം പറഞ്ഞ RLV രാമകൃഷ്ണനെതിരെ പരാമർശിച്ച ആ ഒരു കാര്യത്തോട് ഒരുപാട് പേര് പ്രതിഷേധിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ജാസ്മിനെതിരെ എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഇതിന് PR-കളെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു ജയിലിൽ പോലും ജയിലിൽ ആക്കിയിട്ട് പോലും ചെറിയൊരു ഗ്യാപ്പിൽ ഡോറ് തുറക്കുമ്പോഴത്തേക്കും കുനിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയെ മറികടന്ന് അപ്പുറം ഇപ്പുറം പോയിട്ട് ഹഗ് ചെയ്യാൻ കാണിച്ച അത്രയ്ക്കും ക്ഷമയില്ലാത്ത, അല്ലെങ്കിൽ അത്രയ്ക്കും നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞരപ്പിന് പ്രശ്നമുള്ള എന്ന് തന്നെ പറയും, അതുപോലെ കാണിക്കുന്ന ഇവൾ എന്ത് തോന്നിയാസം വിളിച്ചു പറഞ്ഞാലും അത് പൊക്കിപ്പിടിക്കാൻ കുറച്ച് പേര്. സോ അവിടെ അവൾക്ക് ഫേവറായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അപ്പം സിബിനാണ് തെറ്റുകാരൻ. സിബിൻ നല്ലവനൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു ചേഷ്ട കാണിച്ചത് വൃത്തികേട് തന്നെയാണ്. അങ്ങനെ കാണിക്കാൻ പാടില്ല. അത് ആരായാലും കയ്യിൽ നിന്ന് പോയതാണെങ്കിലും സോറി പറഞ്ഞാലും ബിഗ് ബോസിന്റെ റൂളിൽ കൊടുക്കാൻ പറ്റിയ ശിക്ഷ കൊടുക്കട്ടെ. അതിലൊന്നും നമുക്കൊരു അഭിപ്രായമില്ല. അതേസമയം ഒരു തെറ്റ് ചെയ്ത ആൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ ഒരുപാട് തെറ്റ് ചെയ്തവർ അവിടെ സുഭിക്ഷമായിട്ട് ലാവിഷായിട്ട് കഴിഞ്ഞു പോകുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള മാത്രമേ നമ്മൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നിട്ട് എന്തുകൊണ്ട് പാർഷ്യാലിറ്റി എന്നുള്ളതുള്ളൂ. ഇത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് യോജിക്കാം, വിയോജിപ്പുണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.